മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. പ്രതിസന്ധി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിക്കും. മലപ്പുറം RDDയിലും വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും സമിതിയിൽ അംഗങ്ങളാകും. വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മലബാർ മേഖലയിൽ SSLCക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചവർക്ക് പോലും +1 പ്രവേശനം കിട്ടാതെ വരികയും വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. സീറ്റ് പ്രതിസന്ധിയിൽ അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പ്രതിസന്ധി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിക്കും. മലപ്പുറം RDDയും വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും സമിതിയിൽ അംഗങ്ങളാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അധിക ബാച്ച് വേണോ എന്നതിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. അടുത്ത മാസം 7-8 തീയതികളിലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അഡ്മിഷൻ നടക്കുക. സ്കോൾ കേരള വഴിയുള്ള അഡ്മിഷൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ അഡ്മിഷൻ നടന്നതിന് ശേഷം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് 7478 സീറ്റുകളുടെ കുറവാണുള്ളത്. പാലക്കാട് 1757 സീറ്റിന്റെയും കാസർഗോഡ് 252 സീറ്റിന്റെയും കുറവുണ്ട്. പ്രതിസന്ധി പരിശോധിക്കാൻ നിയോഗിച്ചിരിക്കുന്ന സമിതി ജൂലൈ 5-നകം സർക്കാരിന് റിപ്പോർട്ട് കൈമാറണമെന്നാണ് നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.